الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ പരിപൂർണമായി അള്ളാഹു നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും ഈമാനോട് കൂടി കലിമ ഉച്ചരിച്ച് മരണപ്പെടാനും നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുർ അവസാനിപ്പിക്കുന്നത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നുള്ള ആയത്തിലൂടെയാണ്. മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, തീർച്ചയായും അന്നേ ദിവസം നിങ്ങളോട് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ലതുസ്അലുന്ന യൗമഇദിൻ അൻ ശുക്രി മാ അൻഅമ അല്ലാഹു ബിഹി അലൈക്കും. പല മുഫസ്സിറുകളും പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ശുക്ർ ചെയ്തിട്ടുണ്ട്, അതിന് അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരിക്കും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ടാവുക. മിനസ്സിഹ്ഹത്തി വൽ അംനി വൽ റിസ്ഖി വഗൈരി ദാലിക്. അത് ഏതൊക്കെ രീതിയിൽ അല്ലാഹു ഈ ലോകത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനൊക്കെ അള്ളാഹുവിനോട് അത്തരത്തിലാണ് നമ്മൾ നന്ദി ചെയ്തത് എന്ന് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളായ നമ്മൾ രാജ്യത്തിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമുള്ള നാടും അവിടെ അവന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശവും നിർഭയത്വവുമൊക്കെ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ്. മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. കാരണം
ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ തടയപ്പെട്ടുകൊണ്ട് അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ സ്വതന്ത്രമായ ഒരു നാട്, സ്വതന്ത്രമായ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ്. മക്കയിൽ എങ്ങനെ മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെട്ടുവോ, അത് പരീക്ഷണമായിരുന്നുവോ, അതുപോലെ മദീന ഒരു ദാറുൽ അംന്, നിർഭയത്വമുള്ള നാടായി മാറിയതിന് ശേഷം ആ അനുഗ്രഹം അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. വിശ്വാസപരമായി വളരെ നല്ല നിലയിലായിരുന്ന, സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു ഗ്രാമവാസികൾ, അവർക്കുള്ള റിസ്ക്, അവരുടെ ജീവിതത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നാനാഭാഗത്തു നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. അങ്ങനെ അവർ അള്ളാഹുവിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അവർ നന്ദികേട് കാണിക്കുകയും ചെയ്തപ്പോൾ, നിർഭയത്വമുള്ള നാടായിരുന്നു അവരുടെ നാട്. കാനത്ത് ആമിനതൻ മുത്മഇന്നതൻ, സംതൃപ്തിയും സമാധാനവുമുള്ള നാടായിരുന്നു. എന്നാൽ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദികേട് കാണിച്ചപ്പോൾ അവർ ചെയ്ത തിന്മകളുടെ ഫലമായി അവർക്ക് അള്ളാഹു ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ പരീക്ഷണങ്ങൾ അള്ളാഹു അവരെ രുചിപ്പിക്കുകയുണ്ടായി എന്ന് സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, നബി തങ്ങളുടെ ഹദീസുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാടിനോട് കൂറു പുലർത്തുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് അനിവാര്യമായ കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം തിരിഞ്ഞ് മക്കയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. മാ അത്യബക മിൻ ബലദിൻ വ അഹബ്ബക ഇലയ്യ. എത്രയോ നല്ല നാടാണ് മക്ക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി. എൻ്റെ സമുദായം ഈ മണ്ണിൽ നിന്ന് എന്നെ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി താമസിക്കുമായിരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയുമായിരുന്നു. എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ മക്ക എന്ന് നബി തങ്ങൾ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിച്ചേർന്നപ്പോഴും ആ മദീന നബി തങ്ങൾക്ക് പിന്നീട് പ്രിയപ്പെട്ടതായി മാറി. ആ മദീനയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അശദ്ദ. അല്ലാഹുവേ, ഇത്രയും കാലം ഞങ്ങൾക്ക് മക്കയോട് എത്രത്തോളം സ്നേഹവും അടുപ്പവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നോ, അതുപോലെ അല്ലെങ്കിൽ ഔ അശദ്ദ, അതിനേക്കാൾ കൂടുതൽ ഈ മദീന ഞങ്ങൾക്ക് നീ പ്രിയപ്പെട്ടതാക്കണമേ. വസഹിഹ, അതിനെ നീ എല്ലാ തരത്തിലും ശരിയാക്കണമേ. വബാരിക് ലനാ ഫീ സ്വാഇഹ വമുദ്ദിഹ. സ്വാഅ്, മുദ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ അളവുകളാണ്. അഥവാ മദീനയിലെ എല്ലാത്തരം വിളവുകളിലും ധാന്യങ്ങളിലും സമ്പത്തിലും അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണമേ. വൻഖുൽ ഹുമ്മാഹ ഫജ്അൽഹ ബിൽ ജുഹ്ഫ. മദീനയിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ അതിനെയൊക്കെ മദീനയിൽ നിന്ന് നീ മാറ്റണമേ. മദീനയെക്കുറിച്ച് ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ ഒരു മുസ്ലിമിന് ഒരു നാടിനോട് ഇഷ്ടമുണ്ടാകണം, അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മദീനയിൽ നിന്ന് ദൂരേക്ക് പോയി തിരിച്ച് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുമ്പോൾ തങ്ങൾക്ക് ആ നാടിനോടുള്ള ഇഷ്ടം കാരണം തങ്ങൾക്ക് പ്രത്യേകമായ ആവേശമുണ്ടാകുമായിരുന്നു എന്ന് സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ
നമുക്ക് കാണുവാൻ സാധിക്കും, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖദിമ മിൻ സഫരിൻ, ഏതെങ്കിലുമൊക്കെ ഒരു യാത്ര കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫനളറ ഇലാ ജുദറാത്തിൽ മദീന, അങ്ങനെ മദീനയുടെ പുറത്തുള്ള മതിലുകൾക്ക് കവാടങ്ങൾക്ക് സമീപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്നാൽ ഔദഅ റാഹിലതഹു വഇൻ കാന അലാ ദാബത്തിൻ ഹറഖഹാ മിൻ ഹുബ്ബിഹാ, ആ മദീനയോടുള്ള ഇഷ്ടം കാരണം, അതിനോടുള്ള സ്നേഹം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ധൃതിപ്പെടുമായിരുന്നു. തങ്ങള് എന്തെങ്കിലും വാഹനത്തിന്റെ പുറത്താണെങ്കിൽ അതിനെ വേഗത്തിൽ ചലിപ്പിക്കുമായിരുന്നു എന്ന് ഹദീസിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം പൗരത്വം കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യ രാജ്യക്കാരാണ്. ആദർശം കൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വതന്ത്രമായ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട, ഗൗരവമായി പരിഗണിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യം എന്നത് ഏതൊരു മനുഷ്യന്റെയും അഭിലാഷമാണ്, ആഗ്രഹമാണ്. അതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. സ്വതന്ത്രമായ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും അല്ലലും അലട്ടലുമില്ലാതെ നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് പീഡിപ്പിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെടുകയും ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് ഓർക്കുകയും അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. മുഅ്മിനീങ്ങളുടെ സാഹോദര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും പരിശുദ്ധമായ ഖുർആനിലും ഒരുപാട് തവണ പറയപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഫലസ്തീനും റോഹിംഗ്യയും ചൈനയിലെ ഉയ്ഗൂറുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള അനവധി ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള മോഹങ്ങൾ പോലുമില്ലാതെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യം നേടണമെന്ന ആഗ്രഹം പോലുമില്ലാതെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏത് സമയത്തും ബോംബുകളുടെയും മിസൈലുകളുടെയും അതുപോലെ രക്തരൂക്ഷിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. സ്വാതന്ത്ര്യവും നിർഭയത്വവും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളാണെന്ന് വേറെയും ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയാൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അഖാമുസ് സ്വലാത്ത വആതഉസ് സക്കാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് ശരിയായ രീതിയിൽ കൊടുത്തുവിട്ടുകയും ചെയ്യണം. വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകർ, നന്മകളെ കൊണ്ട് കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യണം. ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ആ രാജ്യത്ത് ജീവിക്കുന്നവർക്കുണ്ടെങ്കിൽ അത് അവരിൽ നിന്നും നീക്കം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. സംശയത്തിന്റെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി വിട്ടു നിൽക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ എല്ലാവിധ താല്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുകയും മതേതര സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളുടെ ദീനിന്റെ പേരിൽ നിങ്ങളോട് പോരടിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യാത്ത ആളുകളോട് അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നന്മ ചെയ്യുകയും അവരോട് നീതിപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നത് ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് അത് വിലക്കുന്നില്ല. മറിച്ച് നിങ്ങൾ അവരോട് നീതി കാണിക്കണം, അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന നാടും അവിടുത്തെ മണ്ണുമെന്ന് പറയുന്നത് വൈകാരികമായി മറ്റേതൊരാൾക്കും ഉണ്ടാകുന്നത് പോലെ അവനക്കും അതിനോട് ബന്ധമുണ്ടാകണം. അത് സ്വാഭാവികമായ നിലപാട് എന്നതിനുപരി നമുക്ക് മതപരമായ കടമ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും മക്കയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ താമസിപ്പിച്ചു കൊണ്ട് പോകുമ്പോൾ ആ നാടിനു വേണ്ടി ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്യുകയുണ്ടായി. ഒരു നാട്ടിലെ ഭരണാധികാരികളും അവിടുത്തെ സാഹചര്യങ്ങളും മാറി മറിഞ്ഞാലും ആ മണ്ണിനോട് നമുക്കുള്ള സ്നേഹം നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് ഒരുപാട് ചരിത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുമ്പോൾ അതാണ് നബി തങ്ങളുടെ ആ വാക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്രത്തോളം നബി തങ്ങളെ ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടും ആ നാടിനോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിനും രാജ്യത്തിലെ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഏത് പ്രവർത്തനത്തിലും പങ്കെടുക്കണമെന്നാണ് നബി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഹിൽഫുൽ ഫുളൂൽ എന്ന സംഭവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ നടന്ന ആ സംഭവം നബി തങ്ങൾ പറയുകയാണ്, മാ ഉഹിബ്ബു അന്ന ലി ബിഹി ഹുംറൻ നഅം, എനിക്ക് ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളും അത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ലഖദ് ശഹിദ്തു മഅ ഉമൂമത്തി ഹിൽഫൻ ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ, ജാഹിലിയ കാലത്തില് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ വെച്ച് എൻ്റെ കുടുംബക്കാരോടൊപ്പം ഞാനൊരു സന്ധിയിൽ പങ്കെടുക്കുകയുണ്ടായി. വലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാമി ലഅജബ്തു, ഇസ്ലാമിന്റെ ഈ കാലഘട്ടത്തിലും അത്തരം ഈ നാടിനും നാട്ടുകാർക്കും പ്രയോജനമായ സന്ധികൾക്ക് എന്നെ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് മറുപടി നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ഉറപ്പു തരുന്ന പല വിഷയങ്ങളും തടയപ്പെടുന്നതായ പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ പങ്ക് ആ ചരിത്രം വെട്ടിമാറ്റുകയും അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങളുടെ പേരുകൾ വെട്ടിമാറ്റുകയും ചെയ്യുന്ന ശ്രമങ്ങൾ, അത് പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് അത് ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുന്നത്, അതുപോലെ ചരിത്രപരമായി ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഈ നാടിനു വേണ്ടി സമർപ്പിച്ച സ്മാരകങ്ങൾ, അതിൻ്റെ പുതിയ അവകാശവാദങ്ങൾ, അതുപോലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുക തുടങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രാജ്യം സംരക്ഷിച്ച് നിലനിർത്തേണ്ട പള്ളികൾ പൊളിച്ചു കളയുക തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ഇന്ന് ഈ രാജ്യത്ത് നേരിടേണ്ടി വരുന്നുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണോ നമ്മൾ അടിമത്തമെന്ന് വിശേഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത്. ആ നാട്ടിൽ ജീവനും ധനത്തിനും അതുപോലെ അഭിമാനത്തിനുമെല്ലാം സംരക്ഷണം ഉണ്ടാകുമ്പോഴാണ് പൂർണ്ണമായി നമുക്ക് സ്വാതന്ത്ര്യം പുലർന്നു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. ഫലസ്തീനിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ആ ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമുക്കതാണ് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 79 വർഷം പിന്നിടുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള ആളുകൾക്ക് സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ ആ മൂല്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും, അത് മുസ്ലിമീങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ, വളരെയധികം ഭീതിയിലും നിരാശയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അയക്കുമ്പോൾ നബി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരെ അവർ അകപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്.
يحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. അവരുണ്ടായിരുന്ന ചങ്ങലകളിൽ നിന്നും അവരുണ്ടായിരുന്ന എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലൂടെ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിയോഗ ദൗത്യം പരിചയപ്പെടുത്തുമ്പോഴും അള്ളാഹു പറയുന്നത് ബനു ഇസ്രായേലിനെ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചത്. വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദ്ഇഫു ഫിൽ അർദി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെടുകയും ബലഹീനമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജനതയെ അവരെ ഈ ലോകത്തിന്റെ നേതാക്കളാക്കുവാനും ഈ ലോകത്തിന്റെ അനന്തരാവകാശികളാക്കുവാനും വേണ്ടിയാണ് നാം ഉദ്ദേശിക്കുന്നത്. വനുമക്കിന ലഹും ഫിൽ അർദി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. അവർക്ക് ഭൂമിയിൽ സ്വാതന്ത്ര്യം നൽകുകയും ആധിപത്യം നൽകുകയും അവരുടെ ശത്രുവായിട്ടുള്ള ഫിർഔനും ഹാമാനും എന്താണോ അവരിൽ നിന്ന് ഭയപ്പെടുന്നത് അത് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബനി ഇസ്രായേലിലേക്ക് അയച്ചതെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയ ജനതയുടെ അനുഗ്രഹങ്ങൾ ഇടയ്ക്കിടെ ഓർക്കാൻ വേണ്ടി അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും. നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിലേക്ക് എല്ലാവിധ കോപ്പുകളുമായി വന്നപ്പോഴും അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടുത്തുകൊണ്ട് നിങ്ങളെ സ്വതന്ത്രരായി നിങ്ങളെ നിർഭയത്വമുള്ളവരായി നിലനിർത്തിയത് അല്ലാഹുവിന്റെ നിങ്ങളുടെ മേലുള്ള അനുഗ്രഹമാണ്. അതിനെ വിശ്വാസികളെ നിങ്ങൾ ഓർക്കണമെന്ന് സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. വദ്കുറൂ ഇദ് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദി തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസു. നിങ്ങൾ ഭൂമിയിൽ കുറച്ചു മാത്രമുള്ളപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് നിർഭയത്വം നൽകുകയും അല്ലാഹു നിങ്ങളെ സഹായിക്കുകയും ചെയ്തു. അല്ലാഹു നിങ്ങൾക്ക് വളരെ നല്ല ജീവിതത്തിന്റെ ഉപാധികൾ നിങ്ങൾക്ക് കനിഞ്ഞരുളുകയും ചെയ്തു. ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് പുറത്താക്കപ്പെടുമെന്ന ഘട്ടം ഒരുപാട് പ്രവാചകന്മാർക്ക് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നതുപോലെ തന്നെ നബി തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർക്കും ഇത്തരത്തിലുള്ള ഭീഷണി നേരിട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അവർ ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു ആ വഹയിലൂടെ അവർക്ക് നൽകിയ സന്ദേശം സ്വതന്ത്രമുള്ള ജീവിതമാണ് അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്തത്. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا. അവിശ്വാസികളായ ആളുകൾ അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ച പ്രവാചകന്മാരോട് പറഞ്ഞത് ലനുഖ്രിജന്നകും മിൻ അർദിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ഈ മില്ലത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമിയിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ ആട്ടി പുറത്താക്കുന്നതാണ്. ഫൗഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്ന ളാലിമീൻ. ആ സമയത്ത് അവരുടെ രക്ഷിതാവ് അവർക്ക് വഹി നൽകി ലനുഹ്ലികന്ന ളാലിമീൻ. തീർച്ചയായും അക്രമികളായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഈ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയും. വലനുസ്കിനന്നകുമുൽ അർദ മിൻ ബഅദിഹിം. അവർക്ക് ശേഷം അല്ലാഹു തആല നിങ്ങളെ ഈ ഭൂമിയിൽ താമസിപ്പിക്കുന്നതാണ്. ذلك لمن خاف مقامي وخاف وعيد. ഇത്തരത്തിലുള്ള അനുഗ്രഹം അല്ലാഹു തആല നൽകുന്നത് അല്ലാഹുവിന്റെ മഖാമിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. വിശപ്പും ഭയവുമില്ലാതെ സ്വസ്ഥമായി ജീവിക്കാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാട് ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് സ്വതന്ത്രമായ രാജ്യമെന്ന്, സ്വതന്ത്രമായ നാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളുടെ നാട് എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ മക്കയെ അല്ലാഹു തആല എപ്രകാരം
നിർഭയത്വവും സ്വാതന്ത്ര്യവുമുള്ള നാടാക്കി മാറ്റിയോ അതുപോലെ നമ്മുടെ നാടിനെയും അള്ളാഹു നിർഭയത്വവും സ്വാതന്ത്ര്യവുമുള്ള നാടാക്കി തീർക്കുമാറാകട്ടെ. അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികളായ ആളുകൾ എത്രത്തോളം ത്യാഗം ചെയ്തുവോ ആ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാനും അത് നഷ്ടപ്പെടാതിരിക്കുവാനും പരിശ്രമിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.